വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ഗവർണറുടെ അനുമതി. മുഖ്യമന്ത്രിയായി നാളെ രാവിലെ 11-ന് സത്യപ്രതിജ്ഞ ചെയ്യും. വെള്ളിയാഴ്ച വൈകുന്നേരം ചെന്നൈയിലെ ലോക് ഭവനിൽ വെച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ കേവല ഭൂരിപക്ഷമായ 118 MLA-മാരുടെ പിന്തുണയുള്ള കത്ത് വിജയ് കൈമാറി. ഇതിന് പിന്നാലെയാണ് സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി അദ്ദേഹത്തിന് കിട്ടിയത്. കോൺഗ്രസ് വിടുതലൈ ചിരുതൈകൾ കക്ഷി CPI-CPIM എന്നീ പാർട്ടികൾ വിജയിന്റെ സഖ്യത്തിലേക്ക് എത്തിയതോടെയാണ് 234-അംഗ നിയമസഭയിൽ 118 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് TVK എത്തിയത്. മുസ്ലിം ലീഗും TVKയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുണ്ട്. ഭൂരിപക്ഷം തെളിയിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസത്തിനിടെ വിജയ് നടത്തുന്ന മൂന്നാമത്തെ സന്ദർശനമായിരുന്നു ഇന്നത്തേത്. ഇതോടെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമായത്. 107 MLA-മാരുള്ള TVKയ്ക്ക് കോൺഗ്രസിന്റെ 5 നിയമസഭാംഗങ്ങളുടെയും CPI-CPIM, VCK എന്നീ പാർട്ടികളിലെ 2 വീതം MLA-മാരുടെയും പിന്തുണ ലഭിച്ചതോടെ അധികാരത്തിലേക്കുള്ള വഴി തെളിഞ്ഞു. ഭരണസ്ഥിരത ഉറപ്പാക്കാനും ജനവിധി മാനിക്കാനും ഈ നീക്കം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ച് CPIM നിരുപാധിക പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്തും കൈമാറി. 4 ദിവസം നീണ്ടുനിന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ ചെന്നൈയിലെ വിജയിന്റെ വീടിന് മുന്നിൽ TVK എന്ന മുദ്രാവാക്യങ്ങൾ അലയടിച്ചു. മുഖ്യമന്ത്രി പദത്തിലെത്താൻ ആവശ്യമായ സീറ്റുകൾ വിജയ് ഉറപ്പാക്കി എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് ഇത്. കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിന്റെ തമിഴക വെട്രി കഴകം തകർപ്പൻ വിജയമാണ് നേടിയത്. അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 234-ൽ 108 സീറ്റുകൾ നേടി. 62 വർഷമായി തമിഴ്നാട് രാഷ്ട്രീയം അടക്കി ഭരിച്ചിരുന്ന DMK-യുടെയും AIDMK-യുടെയും ആധിപത്യം തകർക്കാൻ TVKയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കാതെ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കില്ലെന്ന ഗവർണർ RV ആർലേക്കറുടെ നിലപാട് വിജയത്തിന് വെല്ലുവിളിയായിരുന്നു. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ നടത്തിയ കൂടിക്കാഴ്ചകളിലും ഗവർണർ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നു. 118 അംഗങ്ങളുടെ ഭൂരിപക്ഷം വേണ്ട സഭയിൽ 113 MLA-മാരുമായി സർക്കാർ നടത്താൻ കഴിയില്ലെന്ന് ഗവർണർ വിജയനെ അറിയിച്ചിരുന്നു. പിന്തുണയ്ക്കുന്ന MLA-മാരുടെ കത്തുകൾ ഹാജരാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സഖ്യകക്ഷികളെ ഒപ്പം നിർത്തി വിജയ് ഭൂരിപക്ഷം ഉറപ്പിച്ചത്. ഇടതു പാർട്ടികളായ CPI-യും CPIM-ഉം TVKയ്ക്ക് പുറത്തുനിന്ന് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അവർ മന്ത്രിസഭയുടെ ഭാഗമാകില്ല. എന്നാൽ പിന്തുണയ്ക്ക് പകരമായി കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവർണറെ കണ്ടതിന് പിന്നാലെ CPM ഓഫീസിലെത്തി വിജയ് നന്ദി അറിയിച്ചു.